അസ്സലാമലൈക്കും. എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ മക്കളെ? അപ്പോൾ ഇന്ന് നമ്മളെ മദ്രസ ക്ലാസ്സിലെ 5ാം ക്ലാസ്സിലെ ഫിഖിലെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽ അഹ്കാമു ശർഇയ്യ. അദ്ദർസുൽ അവ്വലു അൽ അഹ്കാമു ശർഇയ്യ. പാഠത്തിൻ്റെ പേര്. പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് അൽ അഹ്കാമു ശർഇയ്യ എന്ന് പറയുന്നത്. അഹ്കാമു ശർഇയ്യ എന്ന് പറഞ്ഞാൽ എന്താന്ന് ക്വസ്റ്റ്യൻ വന്നാൽ പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് അൽ അഹ്കാമു ശർഇയ്യ എന്ന് പറയുന്നത്. അവ 5 അവ എത്രയെന്ന് ചോദിച്ചാൽ 5 1 വാജിബ്, 2 ഹറാമ്, 3 സുന്നത്ത്, 4 കറാഹത്ത്, 5 ഹലാല് എന്നിവയാണവ. ഒന്നാമത്തെ അൽ വാജിബു. വാജിബു എന്ന് പറഞ്ഞാൽ ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയുമുള്ളത്. വാജിബ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയുമുള്ളത്. വാജിബിന് ഫർള് എന്നും പേരുണ്ട്. വാജിബിൻ്റെ മറ്റൊരു പേരെന്താണെന്ന് വെച്ചാൽ ഫർള് എന്ന് പേരുണ്ട്. ഫർള് എത്ര വിധ? 2 വിധമാകുന്നു. ഫർള് 2 വിധമാണ്. ഒന്ന് ഫർള് ആയിനെ ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത്. ഒന്ന് ഫർള് ആയിന് ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത് പറഞ്ഞാൽ ഓരോ മുസ്ലിമിനും നിർബന്ധമായത്. 5 വക്ത് നിസ്കാരം, റമദാനിലെ നോമ്പ് പോലെയുള്ളവ. ഓരോ മുസ്ലിമിനും നിർബന്ധമായ കാര്യം 5 വക്ത് നിസ്കാരം, റമദാനിലെ നോമ്പ് പോലെയുള്ളവ അതിൽപ്പെട്ടതാണ്. 2 ഫർള് കിഫായ. അപ്പോൾ വാജിബിൽ ഫർള് കിഫായ സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നത്. ഫർള് കിഫായ പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതും. അപ്പോൾ ഫർള് കിഫായ പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നതും. അതിൻ്റെ ഉദാഹരണം എന്താണ്? മയ്യിത്ത് നിസ്കാരം. അതായത് ഒരാൾ മരിച്ചാൽ നമ്മൾ ആ മയ്യത്തിൻ്റെ മേലെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ എല്ലാവരും കുറ്റക്കാരാകും. ആരെങ്കിലും ഒരാൾ ചെയ്താൽ നമ്മൾ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നതുമാണ്. അടുത്തത് ഹറാമ്. ഹറാമ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. ഹറാമ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. അതിൻ്റെ ഉദാഹരണം എന്താണ്? മദ്യപാനം. ഹറാമിൻ്റെ ഉദാഹരണം, ഹറാം നമ്മൾ ചെയ്താൽ നമുക്ക് ശിക്ഷ കിട്ടും, ഒഴിവാക്കിയാൽ നമുക്ക് കൂലിയും കിട്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്. ഉദാഹരണം മദ്യപാനം. അടുത്തത് അസുന്നത്തു. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതുമാകുന്നു. അത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ നമുക്ക് ശിക്ഷയില്ലാത്തതുമാകുന്നു. അതിൻ്റെ ഉദാഹരണം എന്താണ്? സലാം പറയൽ. നമ്മൾ ഒരാളെ കാണുമ്പോൾ സലാം പറയൽ നമുക്ക് സുന്നത്താണ്. നമുക്ക് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ശിക്ഷ ഒന്നും കിട്ടൂല, പറഞ്ഞാൽ കൂലി കിട്ടും ചെയ്യും. ഇതിന് മൻദൂബ്, തതവ്വു, നഫ്ല്, മുസ്തഹബ് എന്നെല്ലാം പേരുണ്ട്. സലാം പറയൽ ഇതിൻ്റെ പേര് മൻദൂബ്, തതവ്വു, നഫ്ല്, മുസ്തഹബ് എന്നെല്ലാം പേരുണ്ട്. അടുത്തത് കറാഹത്ത്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. കറാഹത്ത് പറഞ്ഞാൽ എന്താണ്? ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതുമാണ് കറാഹത്ത്. അതിൻ്റെ ഉദാഹരണം നിസ്കാരത്തിൽ തല തുറന്നിടൽ. കറാഹത്തിൻ്റെ ഉദാഹരണം എന്താണ്? നിസ്കാരത്തിൽ തല തുറന്നിടൽ. അതായത് സ്ത്രീകൾ തല തുറന്നിടാൻ പാടില്ല കേട്ടോ. സ്ത്രീകൾക്ക് മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയൊക്കെ അവറത്താണ്. പുരുഷനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പുരുഷന് തല തുറന്നിടൽ. ഹലാല് എന്ന് പറഞ്ഞാൽ ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തത്. ഹലാൽ എന്ന് പറഞ്ഞാൽ ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും ഇല്ല, കൂലിയും ഇല്ലാത്തത്. ഉദാഹരണം നല്ല ചെരുപ്പ് ധരിക്കുക. ഹലാലിൻ്റെ ഉദാഹരണം എന്താണ്? നല്ല ചെരുപ്പ് ധരിക്കുക. ഇതിന് മുബാഹ്, ജായിസ് എന്നും പറയപ്പെടും. ഇതിൻ്റെ ഈ ഹലാല് നല്ല ചെരുപ്പ് ധരിക്കുക. ഇതിൻ്റെ ഉദാഹരണം നല്ല ചെരുപ്പ് ധരിക്കുക. ഇതിന് മുബാഹ്, ജായിസും എന്നും പറയപ്പെടും. ഹലാലിന് 2 പേര്, മുബാഹ്, ജായിസ്. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഉത്തരം പറയുക. 1 ശർഇയ്യായ വിധികൾ എത്ര? ഉത്തരം പറയുക. ശർഇയ്യായ വിധികൾ എത്ര? 5. ശർഇയ്യായ വിധികൾ 5. ഹലാലിന് മറ്റു പേരുകൾ ഏതെല്ലാം? ഹലാലിനുള്ള മറ്റു പേരുകൾ ഏതെല്ലാം എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ മുബാഹ്, ജായിസ്. 3ാമത്തെ ക്വസ്റ്റ്യന് നീ ഇന്ന് ചെയ്ത വാജിബായ കാര്യങ്ങൾ ഏവ? അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? നിസ്കാരം. നീ ഇന്ന് ചെയ്ത വാജിബായ കാര്യങ്ങൾ ഏവാന്ന് വെച്ചാൽ നിസ്കാരം. 4ാമത്തെ സുന്നത്തിന് എത്ര പേരുകളുണ്ട്? സുന്നത്തിന് 4 പേരുകളാണുള്ളത്. 5 ഫർള് എത്ര വിധമാകുന്നു? ഫർള് 2 വിധമാകുന്നു. ഒന്ന് ഫർള് ഐന്, ഫർള് കിഫായ.
അപ്പോൾ ഫർള് എത്ര വിധം ആകുന്നു ഏതെല്ലാം എന്ന് വെച്ചാൽ 2 വിധം, ഫർള് ഐന്, ഫർള് കിഫായ. ഓരോ ഉദാഹരണം ഇതാണ് കേട്ടോ. ഫർള് ഐനിൻ്റെ ഒരു ഉദാഹരണം 5 വക്ത് നിസ്കാരം. ഫർള് ഐൻ്റെ ഒരു ഉദാഹരണം 5 വക്ത് നിസ്കാരം. ഫർള് കിഫായൻ്റെ ഒരു ഉദാഹരണം മയ്യത്ത് നിസ്കാരം. മൂന്നാമത്തെ മുസ്തഹബിൻ്റെ ഒരു ഉദാഹരണം സലാം പറയൽ. ജായിസിൻ്റെ ഒരു ഉദാഹരണം നല്ല ചെരുപ്പ് ധരിക്കൽ. കറാഹത്തിൻ്റെ ഒരു ഉദാഹരണം നിസ്കാരത്തിൽ തല തുറന്നിടൽ, അതായത് പുരുഷന്മാർ. ഇനി വ്യക്തമാക്കാനാണ് വാജിബ്. വാജിബ് പറഞ്ഞാൽ എന്താണ്? ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയും ഉള്ളത്. നമ്മൾ ചെയ്താൽ നമുക്ക് പ്രതിഫലവും കിട്ടും, ഒഴിവാക്കിയാൽ നമുക്ക് എന്താണ്? ഒഴിവാക്കിയാൽ ശിക്ഷയും ഉള്ളത്. അടുത്തത് കറാഹത്ത്. കറാഹത്ത് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. കറാഹത്ത് നമ്മൾ ചെയ്താൽ നമുക്ക് ശിക്ഷയില്ല, ഒഴിവാക്കിയാൽ നമുക്ക് കൂലിയും കിട്ടൂല. അടുത്തത് സുന്നത്ത്. സുന്നത്ത് എന്താണ്? ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതുമാകുന്നു സുന്നത്ത്. സുന്നത്ത് ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതും. ഇനി യോജിച്ചത് കള്ളിയിൽ എഴുതാനാണ്. അടിയത്തെ ആ ഒരു പെട്ടിക്കള്ളി കണ്ടില്ലേ, അതിലേക്ക് എഴുതാനാണ്, അതിൻ്റെ ഓപ്ഷനാണിത്. അപ്പോൾ എന്താണ്? വാജിബ്. വാജിബിൻ്റെ നേരെ സക്കാത്ത് എന്ന് എഴുതുക. സുന്നത്ത് പറഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം, ഖുർആൻ ഓതൽ. ഹറാമ്. ഹറാമായ കാര്യങ്ങൾ കളവ് പറയൽ, എന്താണ്? ഉളൂ ഇല്ലാതെ സുജൂദ് ചെയ്യൽ. ഇനി മുബാഹ് പറഞ്ഞാൽ നല്ല വസ്ത്രം ധരിക്കൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ.